എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ മുതലിനെ നമ്മളെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. എൻ്റെ പേജിൽ കൂടെ തന്നെ കുറേ പ്രാവശ്യം. ഇത് നമ്മുടെ ടെൻസൺ ഫുഡിൻ്റെ ടെൻസേട്ടൻ. ഞാൻ നമ്മുടെ തൂമ്പാക്കോട് വട്ടോലി കുടുംബത്തിൻ്റെ ഒരു കല്യാണത്തിന് വന്നപ്പോഴേ ടെൻസേട്ടൻ അവിടെ വെക്കണം. അപ്പോൾ പുള്ളി ഇപ്പോൾ ഈ പറയുന്ന ഭക്ഷണത്തിൻ്റെ അവിടെ സകല കാര്യങ്ങളിലും പുള്ളി ഓടി കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം പുള്ളി ഷാപ്പിലെ കറികൾ മറ്റു കാര്യങ്ങൾ അതുപോലെ ടെൻസൺ ഫുഡ് ഹോട്ടൽ ഇതാണ് വിചാരിച്ചുകൊണ്ടിരുന്ന ആളുടെ പരിപാടി. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആർക്ക് എന്ത് സംഭവം എന്ന് ആളോട് ചോദിച്ചപ്പോഴാണ് സംഭവം തുടങ്ങിയിട്ട് കുറേ നാളായി, ഞാൻ അറിയാതെ പോയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഈവൻ്റ് പരിപാടി ഉണ്ടല്ലോ, ഈവൻ്റ് പരിപാടി കാറ്ററിങ്ങും സൂപ്പറായിട്ട്. നമ്മുടെ മലയാളികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്നതും ആഘോഷമാക്കുന്നതുമായൊരു ചടങ്ങ് ഏതാണെന്നറിയോ? കല്യാണം അഥവാ വിവാഹം അഥവാ മംഗല്യഘോഷം. ജീവിതത്തിലെ അവിസ്മരണീയമായ വിവാഹ മുഹൂർത്തങ്ങളും ആഘോഷങ്ങളും ഓർമ്മിക്കുന്നതാക്കി മാറ്റാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. സാമ്പത്തികം ഉള്ളവർക്കും കുറവുള്ളവർക്കും ആഘോഷം ഇങ്ങോട്ട് വൈബാക്കി മാറ്റണം. ആഘോഷങ്ങളിൽ പുതിയ ട്രെൻഡുകൾ കളറായി വരികയാണ്. ഒരു 10-12 വർഷം മുൻപ് തൂമ്പാങ്കോട് ഭാഗത്ത് കല്യാൺ കാറ്റേഴ്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഭക്ഷണ വിഭവങ്ങളുടെ നാടൻ രുചിയിൽ കത്തിക്കയറിയ കല്യാൺ കാറ്റേഴ്സ് ഉയർന്ന ഇടത്തരം സാധാരണ കുടുംബങ്ങളിലെ ആഘോഷങ്ങളിൽ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. അങ്ങനെ ഇരിക്കെ കാലത്തിൻ്റെ ഓരോ പോക്കെ കാലം അങ്ങോട്ട് കടന്നു പോകുന്നതിൻ്റെ ഇടയിൽ കല്യാണ ആഘോഷങ്ങൾ അടിമുടിയാൻ മാറി. കല്യാണാഘോഷങ്ങൾ ആകെ ടോട്ടൽ മൊത്തം ഏറ്റെടുക്കാൻ ഈവൻ്റ് ടീമുകൾ വന്നു തുടങ്ങി. നടത്തിപ്പുകാർക്ക് ഒന്നും അറിയണ്ട, എല്ലാം ഈവൻ്റ് ടീമുകൾ നോക്കിക്കോളും. വീട്ടുകാരും മനസ്സിലെ കൺസെപ്റ്റാ പറഞ്ഞാൽ മതി. ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും മേലെ മഴവില്ല് വിരിച്ച് ഈവൻ്റ് മാനേജ്മെൻറ്റ് ടീം അരങ്ങൊരുക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നതിനിടയിൽ കല്യാൺ കാറ്റേഴ്സിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ നമ്മുടെ ടെൻസേട്ടൻ്റെ ടെൻസൺ ഫുഡാണ് രംഗത്ത്. ടെൻസൺ ഫുഡ്സ് വിവാഹ ആഘോഷങ്ങളിലെ ഈവൻ്റ് സെലിബ്രേഷൻ ടീമായി മാറുകയാണ്. വൈഡ് വെഡ്ഡിംഗ് സെലിബ്രേഷൻ മുതൽ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്ങുകൾ വരെ വളരെ ഭംഗിയായി നടത്താനുള്ളൊരു ടീമായിട്ടാണ് നമ്മുടെ ടെൻസേട്ടൻ്റെ ടെൻസൺ ഫുഡ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. നാടൻ രുചികളുടെ തനിമ നിലനിർത്തി നൽകുന്ന ഭക്ഷണ വിഭവങ്ങളും പിസ്സ ഹട്ട് മുതൽ കേക്ക് സെലിബ്രേഷൻ ഉൾപ്പെടെ ആഢ്യത്വവും വളരെ നൈസായി ഡിസൈൻ ഉൾപ്പെടുന്ന മഴവില്ലഴക് നൽകുന്ന സ്റ്റേജും ഈവൻ്റ് മ്യൂസിക് പാർട്ടിയും ആങ്കറിങ്ങും ഫ്രെയിമുകൾ കിഡിലോസ്കിയാക്കി മാറ്റുന്ന ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി ഉൾപ്പെടെ പുതിയ ട്രെൻഡുകൾക്കൊപ്പം ടെൻസൺ ഫുഡും ഈവൻ്റുകൾ സെലിബ്രേഷനാക്കി മെമ്മറബിൾ ആക്കാനായി രംഗത്തുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ആഘോഷങ്ങൾ വരുമ്പോൾ ടെൻസൺ ഫുഡിനെ വിളിക്കാം. നമ്മുടെ ടെൻസേട്ടനെ സംഗതി കളറാക്കും. കാശിനെ പറ്റിയൊന്നും നിങ്ങളധികം വലിയ ബേജാറാവണ്ട. അപ്പോൾ ടെൻസൺ ഫുഡിൻ്റെ ദുനിയാവിലേക്ക് ഇങ്ങോട്ട് കയറിപ്പോരേ.
ടെൻസേട്ടാ, ചേട്ടൻ ഇതിപ്പോൾ എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്, ഈ കാറ്ററിങ് മേഖലയിൽ ഞാനിപ്പോൾ 10 വർഷത്തിലധികമായിട്ട് കാറ്ററിംഗ് പരിപാടിയാണ് നമുക്കുള്ളത്. അന്ന് കല്യാൺ കാറ്ററിങ്ങിനായിരുന്നു ചേട്ടനായിട്ട് തുടങ്ങിയ സംരംഭമാണ്. ഇപ്പോൾ കൂടപ്പുഴയിലെ ഷാപ്പിലെ ഹോട്ടൽ തുടങ്ങിയത് ടെൻസൻസ് ഫുഡ് എന്നുള്ള പേര് മൊത്തം നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ 10 വർഷത്തെ ഒരു അനുഭവം ഈ മേഖലയിലുണ്ട്. ഇതെല്ലാം ഈവൻ്റ് അടക്കം എല്ലാ കാര്യങ്ങളും, സ്റ്റേജ് ആയാലും സപ്ലൈ ആയാലും ഫുഡായാലും എല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. എല്ലാ കാര്യങ്ങളും ചേട്ടൻ ഒരുമിച്ച് നടത്തുന്ന ഇവൻ്റാണ്. ഇവൻ്റാണ് ഒക്കെ. എങ്ങനെയുണ്ട് റെസ്പോൺസൊക്കെ ചെയ്യുക? ഓക്കെ, നല്ല റെസ്പോൺസാണ്. നമ്മുടെ ഇതെന്ന് വെച്ചാൽ സാധാരണ നാടൻ രുചിയുടെ നമുക്കൊരു പേരുള്ളതാണ് നമ്മുടെ കാറ്ററിങ്ങിന്. 10-15ഓളം ചമ്മന്തികളും സലാഡുകളും തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ മെനു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിശിഷ്ടമായ മെനുകളാണ്. അച്ചാറുകളൊക്കെ സ്വന്തമായിട്ടുള്ള നാട്ടിലെ പഴയ ഗൃഹാതുരത്വ ഓർമ്മകളുള്ള അച്ചാറുകൾ, ചമ്മന്തികളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ മട്ടൻ, പോത്ത്, പോർക്ക്, ചിക്കൻ 65, മീൻ, അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസുകൾ, കുറേ സാൻഡ്വിച്ചുകൾ എല്ലാം ഉണ്ട്.